ഒടുവിൽ തെറ്റ് സമ്മതിച്ചതിന് തുല്യമായി മാറിയിരിക്കുകയാണ് ആര്യ രാജേന്ദ്രന്റെ വാക്കുകൾ. ബസ്സിന് മുന്നിൽ കാർ നിർത്തി കുറുകയാണോ എന്നറിയില്ല എന്ന് സമ്മതിച്ചു മേയർ. KSRTC ഡ്രൈവർ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചെന്ന മേയർ ആര്യ രാജേന്ദ്രൻ. ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നു. പോലീസ് എത്തിയപ്പോൾ മാത്രമാണ് ഡ്രൈവർ മാന്യമായി സംസാരിച്ചത്. വാഹനത്തിന് സൈഡ് തരാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമായി മാത്രം കാണരുത്. അപകടകരമായി വാഹനം ഓടിച്ചതിന് ഡ്രൈവർക്കെതിരെ നേരത്തെ കേസുണ്ട്. മാന്യമായി സംസാരിക്കാൻ ആളുകൾ പറഞ്ഞെങ്കിലും അനുസരിച്ചില്ല. റെഡ് സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് ഡ്രൈവറോട് സംസാരിച്ചത്. ബസ്സിന് മുന്നിൽ കാർ കൊണ്ടിട്ടു. സിഗ്നലിൽ നിർത്തിയപ്പോഴാണ് കാർ ഇട്ടത്. കുറുകയാണോ എന്നറിയില്ലെന്നും മേയർ പറഞ്ഞു. ബസ് തടഞ്ഞിട്ടില്ലെന്നായിരുന്നു ഇന്നലെ മേയറുടെ വാദം. അതേസമയം മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള നട റോഡിലെ വാക്കേറ്റത്തിൽ മേയറുടെ മൊഴിയെടുക്കാൻ പോലീസ് ഒരുങ്ങുന്നു. മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. മേയർക്കും MLA സച്ചിൻ ദേവിനുമെതിരായ ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കുന്നത് വൈകുന്നു. പ്രാഥമിക പരിശോധന നടത്തിയ ശേഷം മാത്രം തീരുമാനമെന്നാണ് പോലീസ് നിലപാട്. ഇന്നലെ രാത്രി 9:30-യോടെ മേയറും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും മേയറുടെ സഹോദരനും ഭാര്യയും സ്വകാര്യ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. പട്ടത്ത് വച്ച് KSRTC ബസ് ഇവരുടെ കാറിന് മറികടന്നു. പിന്നീട് കാർ ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചപ്പോൾ കയറ്റിവിട്ടില്ല. പിന്തുടർന്നെത്തിയ മേയറും സംഘവും പാളയത്ത് വെച്ച് ബസ് തടഞ്ഞു നിർത്തി. ആദ്യം സച്ചിൻ ദേവും പിന്നാലെ ആര്യയും ഇറങ്ങിച്ചെന്ന ഡ്രൈവറുമായി തർക്കത്തിലായി. അപകടകരമായ രീതിയിൽ ബസ് ഓടിക്കുന്നത് കണ്ട് നോക്കിയപ്പോൾ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാട്ടിയെന്നാണ് മേയറുടെ പരാതി. പോലീസ് എത്തി ഡ്രൈവർ യദുവിനെ കസ്റ്റഡിയിലെടുത്തു. ട്രിപ്പ് മുടങ്ങി യാത്രക്കാർ പെരുവഴിയിലായി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന വകുപ്പ് ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി രാത്രി മുഴുവൻ കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഇരുത്തിയ ശേഷം രാവിലെ 9 മണിയോടെ ജാമ്യത്തിൽ വിട്ടു. എന്നിട്ടും അരിശം തീരാത്ത മേയർ ഗതാഗത മന്ത്രിയോടും പരാതി പറഞ്ഞതോടെ പാനൽ ഡ്രൈവറായ യദുവിന്റെ ജോലി നഷ്ടമാകുന്ന അവസ്ഥയായി. എന്നാൽ അശ്ലീലാംഗ്യം കാട്ടിയെന്ന ആരോപണം നിഷേധിക്കുന്ന ഡ്രൈവർ മേയറുടെ കാർ ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് പ്രശ്നത്തിന്റെ തുടക്കമെന്ന് പറഞ്ഞു. ബസ് തടഞ്ഞു നിർത്തി ഇറങ്ങിവന്ന MLA തെറിവിളിച്ചെന്നും മേയർ തട്ടിക്കയറിയെന്നും ആരോപിക്കുന്നു. ബസ് തടഞ്ഞിട്ട് MLA അച്ഛന്റെ വകയാണോ റോഡെന്ന് ചോദിച്ചു. മേയർ മോശമായി പെരുമാറി. മേയറുടെ കാർ ബസ്സിനെ മറികടക്കാൻ ശ്രമിച്ചത് ഇടതുവശത്ത് കൂടെയായിരുന്നു. ഇത് മൊബൈലിൽ ചിത്രീകരിച്ച യാത്രക്കാരനെ ഭീഷണിപ്പെടുത്തി ഡിലീറ്റ് ചെയ്യിച്ചെന്നും ജോലി കളയിക്കുമെന്ന് മേയറും സംഘവും ഭീഷണിപ്പെടുത്തിയെന്നും KSRTC ഡ്രൈവർ ഏതു പറഞ്ഞു. MLA ബസ്സിൽ കയറി യാത്രക്കാരെ ഇറക്കിവിട്ടെന്നും പരാതിയുണ്ട്. മേയറുടെ പരാതിയിൽ നിമിഷം നേരം കൊണ്ട് നടപടിയെടുത്ത പോലീസ് ഡ്രൈവറുടെ പരാതി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് ആക്ഷേപം. സിഗ്നൽ കിട്ടി ബസ് മുന്നോട്ടെടുത്തപ്പോഴാണ് മേയർ ആര്യ രാജേന്ദ്രൻ ബസ് തടഞ്ഞതെന്ന് ഡ്രൈവർ ഏതു വ്യക്തമാക്കി. സാധാരണക്കാരനാണ് ബസ് തടഞ്ഞതെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ കേസെടുത്തേനെ. തീവ്രവാദിയെ പോലെയാണ് പോലീസ് കൊണ്ടുപോയതെന്നും ഏതു പറഞ്ഞു. അതേസമയം മേയർ ആര്യ രാജേന്ദ്രൻ കുറുകെ കാറിട്ട് KSRTC ബസ് തടഞ്ഞ ദൃശ്യം പുറത്തുവന്നു. പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലാണ് ബസ് തടഞ്ഞത്. കാർ നിർത്തിയിട്ടത് സീബ്ര ലൈനിലാണ്. സിഗ്നലിൽ ബസ് നിർത്തിയപ്പോഴാണ് സംസാരിച്ചതെന്ന മേയറുടെ വാദം ശരിയല്ല എന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യം. ഏതായാലും മേയർ ആര്യ രാജേന്ദ്രൻ കുറുകെ കാറിട്ട് KSRTC ബസ് തടഞ്ഞ ദൃശ്യം പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടു.